I begin to I begin to ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ളോഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഡയറ്റിൻ്റെ ഡേ 26 വ്ളോഗാണ് കേട്ടോ കാണുന്നത്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ഡയറ്റിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നോ അത്? അപ്പോൾ എന്തായാലും എൻ്റെ ഡേ തലേദിവസം രാത്രി തൊട്ടാണ് തുടങ്ങുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. ഇന്നും അങ്ങനെ തന്നെ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ജ്യൂസ് മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു നാരുവേ. അപ്പോൾ അത് ഞാൻ ജ്യൂസാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ നാരൂന് എടുത്ത് കുടിക്കാമല്ലോ. ഈ നാരു ഇപ്പോൾ ചൂടായതുകൊണ്ട് ഈ ടെട്രാ പാക്കിങ്ങിൽ വരുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അത് വാങ്ങി വെച്ച് ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അതിലെന്തെല്ലാം പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്, അതത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാനായിട്ട് തന്നെ ജ്യൂസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യം പോലെ എടുത്ത് കുടിച്ചോളൂല്ലോ. അപ്പോൾ പഞ്ചസാര കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആദ്യം മുന്തിരിങ്ങ നന്നായിട്ട് കഴുകി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കും കേട്ടോ. കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ 3 സ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുന്തിരിങ്ങയുടെ മധുരം ഉണ്ടല്ലോ, അപ്പോൾ അത് മതി. എന്നിട്ട് അത് അരിച്ചെടുത്താണ് ഈ സംഭവം. ഇത് ഞാനൊരു കുപ്പിയിലാക്കി വെക്കും, നാര് കുടിച്ചോളും. അപ്പോൾ ഇപ്പം തന്നെ ഇത് കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനൊരു 3-4 ഐസൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് ഗ്ലാസ്സിലാക്കി നാരൂന് കൊടുക്കാൻ കേട്ടോ. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 1.25 ലിറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രിഡ്ജിലിരിക്കുമല്ലോ, ഇടയ്ക്ക് കുടിക്കും എന്നായിരുന്നു. പക്ഷേ ഇത് അടുത്ത ദിവസമായപ്പോൾ തന്നെ നാര് തീർത്ത് വെച്ചു കേട്ടോ. അതൊക്കെ എന്തായാലും ആവട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തപ്പോൾ ഞാൻ കരുതി ഉള്ളിവട ഉണ്ടാക്കുന്ന, അപ്പോൾ അതിനെ അവിടെ പുരട്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ രാത്രിയാണ് നമുക്കിന്ന് ഇവിടെ മീൻ കിട്ടിയിരിക്കുന്നത്. നാര് രാവിലെ ജിമ്മിൽ പോവുകയാണെങ്കിൽ രാവിലെ മീൻ കിട്ടും, വൈകിട്ടാണ് ജിമ്മിൽ പോകുന്നതെങ്കിൽ നമുക്ക് വൈകിട്ടാണ് കേട്ടോ മീൻ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് കിട്ടിയത് നെത്തോലിയാണ്. അതപ്പോൾ ഞാൻ നാളത്തേക്ക് മീൻ കറി വെച്ച് വെക്കുകയാണ്. ഇപ്പുറത്ത് നമ്മളിതേ ഉള്ളിവടയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ചെറിയ ചെറിയ ഉള്ളിവടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കാരണം കുറച്ച് എണ്ണ മതിയല്ലോ. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ചെറുതാണെങ്കിൽ കേട്ടോ. നല്ല കടയൊക്കെ ആണെങ്കിൽ നമുക്ക് വലുതുണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ വീടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉള്ളിവട ആ പച്ചക്ക് ഇരുന്ന സമയത്ത് ഇത്തിരി ടേസ്റ്റ് നോക്കിയതാണ്, ഒരു ഊഹത്തിനാണ് കേട്ടോ ഇത് ചെയ്തത്. പിന്നെ മീൻ കറി ഓൾറെഡി അവിടെ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ നാളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. പക്ഷേ രാത്രി നാല് ചോണ്ടൂടെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഇപ്പോൾ ഉള്ളത് 121.20 ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കറണ്ട് വെയിറ്റ് അതാണ്, കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു. ഇന്ന് എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, വയ്യ. ഇന്ന് മൊത്തത്തിലൊരു വയ്യായ്മ, ഭയങ്കര ഒരു വീക്കായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നല്ലേ, അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ടെന്ന് കരുതി. മാത്രമല്ല വെയിറ്റും കുറയുന്നില്ല കേട്ടോ. ഇന്ന് നോക്കിയപ്പോൾ ഒരു 20 ഗ്രാം എങ്ങാണ്ടേ കുറഞ്ഞുള്ളൂ. അപ്പം ഞാൻ കരുതി ഒരു ദിവസം എന്തായാലും റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇന്ന് വേണ്ട. മാത്രമല്ല ഇന്ന് ഭയങ്കര ചൂട്, ഒരു തരത്തി വയ്യ. അപ്പോൾ എന്തായാലും ഇന്ന് എക്സസൈസും കാര്യങ്ങളും ഒന്നുമില്ല. ഇന്നത്തെ ദിവസം ഫുൾ റെസ്റ്റാണ്. പക്ഷെ ഡയറ്റാണ് കേട്ടോ. ഡയറ്റ് ഇന്ന് വിട്ടിട്ടില്ല. ഇന്നിപ്പോൾ ഡേ 27 എങ്ങാണ്ടല്ലേ ഇന്നത്തത്. അപ്പോൾ ഇനിയിപ്പം 3-4 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചീറ്റ് ഡേ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ രാവിലെ ഇന്ന് പുട്ടാണ് കേട്ടോ. നമ്മുടെ ചെമ്പാവരി പുട്ടില്ലേ, അതും പഴം ഇരിപ്പുണ്ട്, അതും കൂട്ടി കഴിക്കാമെന്ന് കരുതി. പിന്നെ ചീരയൊക്കെ ഞാൻ കണ്ടല്ലോ, അരിയാനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തു, ഒന്ന് ഫ്രഷായി, എന്നിട്ട് ദേ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എക്സസൈസോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ ഒരു ഗ്രീൻ ടീ കുടിച്ചായിരുന്നു കേട്ടോ, അത് ഞാൻ എടുത്തില്ല. എഴുന്നേറ്റ് ഉടനെ കുടിച്ചുകൊണ്ട് ഞാൻ അത് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. പുട്ടുണ്ടാക്കുക കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ചൂടുണ്ടോ? ഞാൻ എന്ന് വീഡിയോ ചെയ്താലും പറയുന്ന ഒരു കാര്യമല്ലേ, ചൂട് ഭയങ്കര ചൂട് കേട്ടോ. ഒരു തരത്തിൽ വയ്യ ചൂട് കാരണം. ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ നിന്ന് വിയർക്കുവാണല്ലേ. അപ്പോൾ ഈ പാലക്കാടൊക്കെ ഉള്ളവരുടെ കാര്യം എന്തുമായിരിക്കും അല്ലേ. പാലക്കാടൊക്കെ ഭയങ്കര ചൂടാണെന്ന് കേട്ട്. ഇവിടെയും ഭയങ്കര ചൂട് തന്നെയാണ്. എന്നാലും പാലക്കാടൊക്കെ ഇത്തിരി കൂടുതലാണല്ലേ. ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു, എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാട്ടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചായ മനസ്സിലുണ്ടല്ലോ, അത് ഞാൻ കുറച്ചൊന്ന് മഞ്ഞൾ വെള്ളത്തിയിട്ട് വെക്കുകയാണ് കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു കറയൊക്കെ ഒന്ന് പോയിക്കിട്ടെ. പിന്നെ നമ്മുടെ വിളവെടുപ്പാണ്. ഇത് കണ്ടില്ലേ, ഇത് മറ്റേ കസ്തൂരി വെണ്ട എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ കുറച്ച് പച്ചച്ചീരയെന്നേ ചുമന്ന ചീരയൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ വെച്ചത് തന്നെ നമ്മൾ തന്നെ പറിച്ചെടുത്തിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംഭവം വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വിളവെടുക്കുന്നത്. അപ്പോൾ കടലയൊക്കെ ഉച്ചക്കത്തേക്കാണ് കേട്ടോ വേവിച്ചെടുക്കണത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഇതിലൊരു പാല് പോലുള്ളൊരു കറ വരും കേട്ടോ. അതത്ര നല്ലതല്ലെന്നാണ് പറയണേ. പിന്നെ ഇതൊക്കെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഭയങ്കര നല്ലതാണെന്ന് കേട്ടോ പറയണേ. ഈ ഒരു ചീര ടേസ്റ്റും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇത് അതിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം ചെറിയൊരു കമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് ഇത്തിരി ഒന്നും ആയപ്പോൾ തന്നെ ആദ്യത്തെ വട്ടം പറിച്ചെടുത്തു. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടം അതിലുള്ളത് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് മൊത്തത്തിൽ മുട്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും അത് റെഡി ആവണം. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നാരൂന് മാത്രമാണ് രാവിലെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. നാരൂന് നമ്മുടെ ചെമ്പാവര ഉണ്ടല്ലോ, അതിൻ്റെ പുട്ടും പഴം ഇരിപ്പുണ്ട്, അതും കൂടെ കൂട്ടി കൊടുക്കാമെന്ന് കരുതി. ഞാൻ കഴിക്കുന്നില്ല, കാരണം ഇന്നലെ നമ്മൾ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ കറി മീൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അത് ഇത്തിരി തോനെ കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ രാവിലെ കഴിച്ചിട്ടില്ല കേട്ടോ ഒന്നും. ചൂട് ഭയങ്കര ചൂട്. ഞാൻ രാവിലെ കഴിക്കുന്നില്ല കേട്ടോ, നാല് മാത്രമേ കഴിക്കുന്നുള്ളൂ. എനിക്ക് ഉച്ചയ്ക്ക് ഇന്നും പുട്ടും മീൻ കറിയും ഉണ്ട്. അപ്പോൾ അത് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂട്ടി ഞാൻ രാവിലെ കഴിക്കാമെന്ന് കരുതി. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. കറണ്ട് ഇല്ല കേട്ടോ, ചൂടെടുക്കുന്നത്. അപ്പം ഞാൻ അതെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കരുതി ഇത് അരിയാന്ന് കരുതി. ഇതിപ്പോൾ അരിഞ്ഞ് വെക്കാമല്ലോ. ഇങ്ങനെ ഉണ്ടെന്ന് പറ. ചൂടത്ത് ചൂട് പുട്ട് ഭയങ്കര ചൂട് കേട്ടോ, ഭയങ്കര ചൂട്. ഒരു തരത്തി വയ്യ. ഇന്നൊരു പടത്തിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ, മറ്റേ ദിലീപിൻ്റെ. അറിയില്ല, നിങ്ങളൊക്കെ കണ്ടോ? നിങ്ങളേതെങ്കിലും പടത്തിന് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എനിക്ക് മറ്റേ ആടുജീവിതം കാണണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആണല്ലോ പടത്തിന് പോണേ, പക്ഷെ ആടുജീവിതം അവിടെ നിന്ന് പോയി. ആടുജീവിതം കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് കോമഡി അതൊക്കെ കാണാനാണ് താല്പര്യം. നാരൂന് ഇങ്ങനെ കരയുന്നതോ അല്ലെങ്കിൽ സെഞ്ചുള്ള പടമോ അങ്ങനെ ഒന്നും ഉള്ളത് പോയി കാണുന്നത് ഇഷ്ടമല്ല. നാരൂന് എപ്പോഴും കുറെ കോമഡി വേണം, കുറെ ചിരിക്കണം, അങ്ങനെ ഉള്ളതൊക്കെ കാണാൻ ഇഷ്ടമുള്ളൂ. എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ള പടമൊക്കെ പോയി കാണാനാണ് ഇഷ്ടം. കൊള്ളാവോ? ഒന്നും പറയുന്നില്ല, ഇത് കഴിക്കുക. കൊള്ളാവോ? സോഫ്റ്റ്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങും പോകാറില്ല കേട്ടോ. നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ പുറത്തിറങ്ങാറില്ല. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാനിപ്പോൾ ഫുൾ ടൈം ഈ എക്സസൈസ് കാര്യങ്ങൾ ഇപ്പം അതിൻ്റെയൊക്കെ പോകാം. പിന്നെ ഇന്നിപ്പോൾ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട് വലിയ ക്ഷീണമില്ല. അപ്പം ഞാൻ കരുതി ഇന്ന് രാത്രി ഒരു ഫിലിമിന് പോവാന്ന്. അപ്പം നാല് പറഞ്ഞ് നമുക്ക് ആ ദിലീപിൻ്റെ ഫിലിം പോയി കാണാമെന്ന്. കൊള്ളാമെന്ന് തോന്നുന്നു. പൊതുവെ നല്ല അഭിപ്രായം. ഫാമിലിക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന പടമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരൂനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഇവിടെ ചീരയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതായത് ചീര ഒന്ന് തോരൻ വെക്കാൻ പോവുകയാണ്. പിന്നെ ഈ ഒരു ചീര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല വിഷമൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്ത് വെക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിന്. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം എനിക്ക് മൊത്തത്തിൽ ബോഡി വീക്കായിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതുവരെ പീരീഡ്സ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു വല്ലായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു ദിവസം ഞാൻ വെയിറ്റ് നോക്കിയിട്ട് കുറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇന്ന് സ്റ്റക്കായിട്ടായിരുന്നു നിന്നത്. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ദിവസം ഫുള്ള് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാം. കാരണം കാലൊക്കെ ഭയങ്കര വേദന, ഇത്ര വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ നടക്കുന്നുണ്ടായിരിക്കും ഒരു വേദന. അപ്പോൾ ഇന്ന് ഡയറ്റ് ഇട്ടിട്ടില്ല, പക്ഷേ ഞാൻ റെസ്റ്റാണ്. പിന്നെ ഞാൻ പറയും രാവിലെ ഞാൻ കഴിക്കാതിരുന്നത് ഉച്ചയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാലറി ഒന്ന് അത്രയും കൂട്ടണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം രാവിലത്തെ ഫുഡ് മുടങ്ങാതെ കഴിക്കണമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. എനിക്കത് ശീലമുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ചീര റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ രസം വെക്കുകയാണ്. അപ്പോൾ രസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ തമിഴ്നാട്ടിൽ നിന്നാട്ടോ രസം കൂടുതലും പഠിച്ചത്. എനിക്കപ്പോൾ അവിടുത്തെ രസങ്ങളൊക്കെയാണ് ഇഷ്ടം. അവിടെ ഒരു പരിപ്പ് രസം ഉണ്ട് കേട്ടോ. പരിപ്പ് രസമാണ് എനിക്കും നരൂനും ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇതിപ്പം കുറച്ച് ദിവസം ഇരിക്കേണ്ടതുകൊണ്ട് ഞാൻ നോർമൽ രസമായിട്ടോ വെക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. എന്നിട്ട് മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഈ മിക്സിയിൽ എന്തായിരുന്നെന്ന് വെച്ചാൽ ഒരു അല്ലി നമ്മുടെ വെളുത്തുള്ളി ഈ തൊലി കളയാതെ കഴുകിയിട്ട് അരച്ചതാണ് കേട്ടോ. അതിനകത്ത് 1 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടിയും
ചേർത്ത് 2 പച്ചമുളകും ചേർത്താണ് കേട്ടോ അരച്ചത്. ജീരകപ്പൊടി 1 സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇവിടെ ജീരകം അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് ചതച്ചെടുത്തതും ഇത്രയും ഉപ്പും കൂടെ ചേർത്ത് ദേ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇത് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായി ഇതിൻ്റെ മണ്ടയിലേക്ക് ആ ഒരു പത വരുമല്ലോ. എൻ്റെ രസം തിളപ്പിക്കാറില്ല കേട്ടോ, അതാണ് ആവേണ്ടത്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി രസമാണ് കേട്ടോ. അപ്പോൾ ദേ രസം ഒന്ന് ചൂടായി വരാറാകുമ്പോഴത്തേക്കും ഞാൻ അതിൽ 2 തക്കാളിയാണ് കേട്ടോ ഉടച്ച് ചേർത്ത് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് ഞെവിടി പിഴിഞ്ഞ് ദേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം സെറ്റാണ്. അപ്പോൾ ദേ ഇവിടെ മീൻകറി ഇന്നലെ വെച്ചതേ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇനി അത് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പട്ടിക്കുട്ടികൾക്കൊന്നും ഇന്നലെ ഫുഡ് കൂടെ കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ മീൻകറി എടുത്താണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ദേ രസമായി വരികയാണ്. ദേ ആ ചെറുതായിട്ടൊന്ന് നൊറ വരുന്ന പോലെ കണ്ടോ, ആ ഒരു പത പോലെ വരുന്നത്. അപ്പോൾ അതാണ് കേട്ടോ വേണ്ടത്, തിളക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു പത വരാനാകുമ്പോഴത്തേക്കും നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഈ ഒരു സമയത്ത് ചേർക്കാൻ കേട്ടോ, എങ്കിലാണ് നല്ല കായത്തിൻ്റെയൊക്കെ ഒരു മണം അതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറി തിളച്ചു, ഞാനത് മാറ്റി വെച്ചത്. ഈ ഒരു പരുവം ആണ് കറക്റ്റ്. ഇപ്പോഴും ഇതിൽ കൂടുതൽ നമ്മൾ ആക്കരുത് കേട്ടോ, ഇതിൽ കൂടുതലാക്കിയാൽ ഇത് തിളയ്ക്കും. പിന്നെ നമ്മളിത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാനേ പാടില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ നമ്മൾ കുറച്ച് മല്ലിയില ചേർക്കുക, ഇത് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് ഇനി അനക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഈ രസം താളിക്കുന്നത് ഒന്നെങ്കിൽ നല്ലെണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിലാണ് കേട്ടോ. അപ്പം നല്ലെണ്ണ തീർന്നിരിക്കുകയാണ് നോക്കിയപ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നെയ്യ് എടുത്തു. അപ്പോൾ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിക്കുക, എന്നിട്ട് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക കേട്ടോ. രസത്തിന് ഒരു ഇത്തിരി കടുക് കൂടുതൽ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരണേ, അല്ലെങ്കിൽ കടുകിൻ്റെ ഒരു പച്ചച്ചവ ഉണ്ടാവും. അപ്പോൾ ഈ കടുക് നന്നായിട്ട് പൊട്ടിയ സമയത്ത് നമ്മളിതിൽ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് രസമെന്ന് വെച്ചാൽ നാരുവാണ് കൂടുതലും രസം ഇപ്പോൾ എടുക്കുക. ഞാൻ ഡയറ്റ് കണ്ട് ചോറൊന്നും എടുക്കാത്തതിൻ്റെ അധികം രസം എടുക്കത്തില്ല. നാരുവിനെ ഈ ചോറിൽ ഒഴിച്ച് കഴിക്കുന്നതിനേക്കാളും രസവും മോരോ ആണെങ്കിൽ കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. ചോറിന് കഴിക്കുന്ന സമയത്ത് കുടിക്കാൻ. അപ്പോൾ കുടിക്കുന്ന അളവിലാണ് ഞാനിതിൽ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രസം റെഡിയാണ്. ഇത് ഇളക്കരുത്, കഴിക്കാൻ നേരത്തെ ഇളക്കി എടുക്കുക കേട്ടോ, അടച്ചങ്ങ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ ആ ഒരു ജ്യൂസില്ലേ, അതിൻ്റെ ഇത്രയും ബാക്കിയുള്ളൂ കേട്ടോ. ആൾ കയറി ഇറങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പഞ്ചസാരയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് കുടിക്കാമല്ലോ, ഫ്രൂട്ട്സ് അല്ലേ. അപ്പോൾ ഈ നാരു മൊത്തത്തിൽ വിയർത്തിരിക്കുക. കാരണം നമ്മുടെ ബാക്കിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കിളയ്ക്കാനും കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാരു ഈ ചൂടത്ത് അതൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഇതായി കുടിച്ചിട്ട് വീണ്ടും ഓടുകയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിങ്ങനെ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം ഇങ്ങനെ കുടിക്കുന്ന പറയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണല്ലോ, അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ ഈ കണ്ടതൊക്കെ ഒരു സാലഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ ഫുഡിൽ ഞാനായാലും നാരുമായാലും സാലഡ്സൊക്കെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാവേ. പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഫുഡ് കഴിക്കാതിരുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ ഗോതമ്പൂട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രമാണ് ഗോതമ്പൂട്ട് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, തേങ്ങ ഇടുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ വെറും ഉപ്പും ഗോതമ്പ് മാവും കൂടെ പുരട്ടി വെക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നാരൂന് അവിടെയുള്ള കറികളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഇന്നലെ ഇരിപ്പുണ്ടായിരുന്നു, അതും തിളപ്പിച്ച് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാവേ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ സാലഡ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കണം, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡാണ് കേട്ടോ. പിന്നെ എൻ്റെ ഗോതമ്പ് പുട്ട് ഞാൻ റെഡിയാക്കി, നമ്മുടെ മീൻകറിയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് റെഡി ആയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ രസം റെഡിയാണ്, തോരൻ റെഡിയാണ്, സാലഡ് റെഡിയാണ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. 4 കഴിക്കാൻ എന്തായാലും 3 മണിയാവും കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഞാനിതിപ്പോൾ 1 മണിയായപ്പോൾ തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ ഇന്ന്. അത് ഗോതമ്പ് പുട്ടായതുകൊണ്ടാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഗോതമ്പ് പുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടി ഈ മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്തായിട്ടാണ്. അപ്പം ഇന്ന് ഞാൻ നല്ല ആസ്വദിച്ച് മീൻ കറിയും പുട്ടും കഴിക്കട്ടോ. നെത്തോലി മീനായിരുന്നു കിട്ടിയത്, നല്ല ഫ്രഷ് നെത്തോലിയായിരുന്നു, നല്ല ഫ്രഷ് മുരിങ്ങയ്ക്കായിരുന്നു കേട്ടോ. അപ്പുറത്തുനിന്ന് തന്നതായിരുന്നു, അവർ ഫ്രഷായിട്ട് പറിച്ച് തന്ന മുരിങ്ങയ്ക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു മുരിങ്ങയ്ക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചു. കുറച്ച് നേരം വന്നൊന്ന് ഉറങ്ങി കേട്ടോ. അപ്പം നല്ല മഴ പെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ ഞാൻ എക്സസൈസ് ഒന്നുമില്ല, ഇന്ന് ഫുള്ള് റെസ്റ്റാണ്. അതുകൊണ്ടാണ് ഇന്ന് ഡയറ്റായിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങിയത്. അപ്പം ഡയറ്റ് വിടണ്ട എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. മൊത്തത്തിൽ റെസ്റ്റായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് നല്ലൊരു മഴ പെയ്തിട്ടോ, നല്ലതേ മിന്നലും കാര്യങ്ങളൊക്കെ
മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല കിടുക്കാച്ച് മഴയായിരുന്നു കേട്ടോ. കുറച്ചേറെ പെയ്തുള്ളൂ, അത് കഴിഞ്ഞപ്പം തീർന്നു. എന്നാലും സാറില്ല, മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മഴയൊക്കെ കണ്ടപ്പോൾ. അപ്പം ഞാൻ അവിടെ സുഖം ഉറക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ദേ ഉറക്കാച്ചി മൂഞ്ചിയായിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ദേ എണ്ണീറ്റതേ ഉള്ളൂ. നല്ല സൂപ്പർ ഉറക്കമായിരുന്നു, നല്ല സുഖമായിരുന്നു കേട്ടോ. ഒരു പണിയില്ലായിരുന്നു, ഒരു എക്സസൈസും ഇല്ലായിരുന്നു, വീട്ടിലെ പണി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടികളൊക്കെ ദേ ഇവിടെ നല്ല കിടിലായിട്ട് മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരാളെൻ്റെ പാവാടയിൽ പിടിച്ച് വലിച്ചോട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരും ഭയങ്കര സന്തോഷത്തിലാണ് മഴ പെയ്തതിൻ്റെ. അപ്പം ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ ദേ ഇനി ഒന്ന് പോയി കുളിച്ച് ഒന്ന് പുറത്തൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ലേ ഫിലിം കാണാൻ പോകണമെന്ന്. വൈകിട്ട് മൊത്തത്തിൽ പാളിപ്പോയൊരു സമയമായിരുന്നു കേട്ടോ. ഫിലിം കാണാൻ ഇറങ്ങി, പക്ഷേ അവിടെ ചെന്നപ്പോൾ ടിക്കറ്റ് ഇല്ലായിരുന്നു. ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രണ്ട് സീറ്റായിരുന്നു. അപ്പം നമ്മൾ സാധാരണ എല്ലാ വട്ടം ബുക്ക് ചെയ്തിട്ട് പോകുന്നത് ഞങ്ങൾ ഈ വട്ടം ബുക്ക് ചെയ്യാതെ പോയി സീറ്റ് കാണുമെന്ന് എഴുതിയിട്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ സീറ്റ് ഫ്രണ്ടിലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അത്ര സുഖമില്ലല്ലോ. അങ്ങനെ ഞങ്ങളിതേ പുറത്തൊക്കെ ഒന്ന് കറങ്ങാമെന്ന് കരുതി. അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ കൊല്ലത്തോട്ട് പോവുകയാണ് കേട്ടോ. കൊല്ലം ടൗണിലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം, മീനൊക്കെ വാങ്ങിയിട്ട് വരാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ അവിടെയും നമ്മുടെ സ്ഥിരമുള്ള നെത്തോലി, ചാള, അയില ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ കഴിച്ച് സത്യം പറഞ്ഞാൽ മടുത്ത് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിയില്ല. പിന്നെ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ബീച്ചിലൊന്നും പോയില്ല കേട്ടോ, വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വന്നതേ ഉള്ളൂ. ഇന്ന് മൊത്തത്തിൽ ദുരന്തം പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാത്രി കഴിക്കാനായിട്ട് ഫുഡ് വാങ്ങി നാരൂന്. അപ്പോൾ ഫുഡ് വാങ്ങി ഒരു മന്തി വാങ്ങാം എന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ മന്തിയിലെ ചിക്കൻ കഴിഞ്ഞിട്ടോ, മന്തി റൈസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ ഷോക്കായിരുന്നു. ദേ ഇവിടെ വന്നിട്ട് ലക്ഷ്മി ബേക്കറിയിൽ കയറിയ നാരൂന് പപ്സ് വേണമെന്ന് പറഞ്ഞ് കയറിയതാണ്. അവിടെയും ഷോക്കായിരുന്നു. പപ്സ് കഴിഞ്ഞു. വേറെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു പിസയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നാരു അത് വാങ്ങി. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് നാരുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ അടുത്താണ് നാരുവിൻ്റെ വീട്, ആശ്രമത്തെ. അപ്പോൾ ആ ചേട്ടന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വെറുതെ പിക്ക് ചെയ്തു. കാരണം ഞങ്ങളുടെ മുഖത്തിൽ അവിടെ ഉത്സവം നടക്കുക. അപ്പോൾ അവിടേക്ക് ഇന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാതെ പിന്നെ ആ ചേട്ടന് ഞങ്ങളുടെ കൂടെ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരിതേ ഈ ഒരു പിസയാണ് കഴിച്ചത്. കണ്ടിട്ട് വലിയ തിരക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. നാല് കഴിച്ചിട്ട് വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. കാരണം വലിയ റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു 160 രൂപ എന്തേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പിസയ്ക്ക്. അപ്പം അതിനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കരുതല്ലോ 160 രൂപയ്ക്ക്. അപ്പോൾ എന്തായാലും വൈകിട്ട് തൊട്ട് മൊത്തത്തിൽ ഒരു ശോക ദുരന്തം പിടിച്ചൊരു സമയമായിരുന്നു കേട്ടോ. കാരണം പോയതൊന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് വലിയ ഡയറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവരുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ഈ ഒരു പിസയും പിന്നെ ഒരു കൊക്കക്കോളയോ എന്തൊക്കെ വാങ്ങി രണ്ടുപേരും കൂടി ഇരുന്ന് കഴിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്കൊരു 2 പീസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കഴിച്ചില്ല. അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ മുഖത്തല വന്നതാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് കയറി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ദേ അവിടെ നിന്ന് ഈ ഒരു ഇത് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടല്ലോ, ഇതൊക്കെ വാങ്ങി അവർ കഴിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ സാലഡാണ് കഴിച്ചത്. പിന്നെ ഞാൻ ഒരു റോബസ്റ്റ് പഴവും കഴിച്ചായിരുന്നു കേട്ടോ. നാരു ഞാൻ പറഞ്ഞില്ലേ മന്തി റൈസാണ് കിട്ടിയത്. അതും ഫ്രൈഡ് ചിക്കൻ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ് മൊത്തത്തിലുള്ള. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ.